ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വിഷപ്പച്ച എന്ന ഒരു ഔഷധ സസ്യത്തെയാണ്. ഈ സസ്യത്തിന് ഒരുപാട് പേരുകളുണ്ട്. വിഷപ്പച്ച, വിഷമൂലി, ആടിപ്പച്ച, ശുദ്ധിമൂലിക, വർഷമൂലി, സ്നേക്ക് ഗ്രാസ് എന്നിങ്ങനെ ഒരുപാട് പ്രാദേശിക നാമങ്ങൾ ഉണ്ട്. ക്ലിനക്കാന്തസ് ന്യൂട്ടൻസ് എന്നാണ് ശാസ്ത്രീയ നാമം. പാമ്പുകടിക്കെതിരെ ലോകമെങ്ങും ഉപയോഗിക്കുന്ന ഔഷധ സസ്യമാണിത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ സ്നേക്ക് ഗ്രാസ് എന്നും വിഷപ്പച്ചയ്ക്ക് പേരുണ്ട്. തേനീച്ച, കടന്നൽ, അതുപോലെ പഴുതാര, ചിലന്തി, തേൾ, ചിലതരം പുഴുക്കൾ ഇതുപോലുള്ള എന്ത് വിഷജന്തുക്കൾ കടിച്ചാലും നമുക്ക് വിഷപ്പച്ചയുടെ നീരെടുത്ത് പുരട്ടാവുന്നതാണ്. പശ്ചിമഘട്ടത്തിൽ അങ്ങോളം ഇങ്ങോളം അടിക്കാടുകളായി വളരുന്ന വള്ളിച്ചെടിയുടെ സ്വഭാവമുള്ള ഒരു കുറ്റിച്ചെടിയാണ് വിഷപ്പച്ച. ഈ ഒരു ഔഷധച്ചെടി നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരുവിധം എല്ലാ വിഷജന്തുക്കൾ കടിച്ചാലും നമുക്ക് ഈ ഒരു ചെടിയുടെ ഇലയുടെ നീരെടുത്ത് മുറിവിൽ കെട്ടിവെക്കാം. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് മുറിവ് വന്നാൽ ഉണങ്ങാൻ പ്രയാസമായിരിക്കും. അവർക്ക് ഇത് നല്ലൊരു ഒറ്റമൂലിയാണ്. വിഷപ്പച്ചയുടെ ഇലയും അതുപോലെ പച്ചമഞ്ഞളും ചേർത്ത് നന്നായി ചതച്ച് മുറിവിൽ കെട്ടിവെച്ചാൽ മുറി പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. അതുപോലെ തന്നെ ഉള്ളിലേക്ക് കഴിക്കുകയും ചെയ്താൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. ഇതിൻ്റെ ഇലകൾ നമുക്ക് ഉണക്കിയെടുത്ത് ചായയായി ഉപയോഗിക്കാം. വിഷപ്പച്ച കൊണ്ട് നമുക്ക് ലോഷനും അതുപോലെ ഗുളികയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ഗുളികയൊക്കെ നമുക്ക് ആയുർവേദ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഗർഭാശയ ക്യാൻസർ സുഖപ്പെടാനും നമ്മുടെ വിഷമൂലി മരുന്നാണ്. അതുപോലെ വൈറസ് മൂലമുണ്ടാകുന്ന ചർമ്മരോഗങ്ങൾ, പ്രമേഹം, പനി, വയറിളക്കം, സന്ധിവാതം എന്നിവയ്ക്കും നല്ലൊരു ഒറ്റമൂലിയാണ് വിഷപ്പച്ച എന്ന വിഷമൂലി. ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ ചിലർക്ക് അതേപോലത്തെ ഇൻഫെക്ഷൻ വരുത്തുന്ന ഗർഭിസ് വൈറസിനെ എതിരെ വിഷപ്പച്ചയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ശരീരം കഴുകിയാൽ ശമനം ഉണ്ടാകും. ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വിഷപ്പച്ചയുടെ കുറച്ച് ഇലയിട്ട് നന്നായി വെട്ടി തിളപ്പിച്ച് ആ ഒരു വെള്ളം ഉപയോഗിച്ച് കുളിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ചേരി പ്ലാന്റ് കണ്ടിട്ടുണ്ടോ? ചേരിമരം തൊട്ടാൽ ചിലർക്ക് പ്രത്യേകമായ ചൊറിച്ചിൽ അനുഭവപ്പെടും. ചിലർക്ക് നല്ല ഒട്ടുമിക്ക ആളുകൾക്കും ഭയങ്കര ചൊറിച്ചിലായിരിക്കും. ഈ ഒരു ചൊറിച്ചിൽ മാറാൻ, ചേരിമരമൊക്കെ തൊട്ടിട്ടുണ്ടാകുന്ന ഈ ഒരു ചൊറിച്ചിലൊക്കെ മാറാൻ നമുക്ക് ഈ ഒരു വിഷപ്പച്ചയുടെ ഇല ചതച്ചെടുത്ത് അതിൻ്റെ നീര് പുരട്ടിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ശമനം ലഭിക്കും. അതുപോലെ തന്നെ കൊടിത്തൂവ തൊട്ടാലും നല്ല ചൊറിച്ചിലായിരിക്കും. കൊടിത്തൂവ ഇങ്ങനെയുള്ളതൊക്കെ തൊട്ടാലും നമ്മുടെ ശരീരത്തിലായാൽ തൂവയൊക്കെ തൊട്ടാൽ ഭയങ്കര ചൊറിച്ചിലാണ്. ഈ ചൊറിച്ചിൽ അസഹ്യമാവുമ്പോഴും നമുക്ക് കുറച്ച് വിഷപ്പച്ചയുടെ നീരെടുത്ത് പുരട്ടിയാൽ നമുക്ക് അതൊക്കെ ശമനം ലഭിക്കും. അങ്ങനെയുള്ള ചൊറികൾക്കും ത്വക്ക് രോഗങ്ങൾക്കും എല്ലാം നമുക്ക് വിഷപ്പച്ച ഉപയോഗിക്കാവുന്നതാണ്. വിഷപ്പച്ച നമുക്ക് പുറമേ പുരട്ടാനും അതുപോലെ തന്നെ അകത്തേക്ക് കഴിക്കാനും ഏറ്റവും നല്ല ഒരു അമൂല്യമായ മരുന്നാണ്. അതുപോലെ ചില പുഴുക്കൾ കടിച്ചാലും ഭയങ്കര അസഹ്യമായ ചൊറിച്ചിലായിരിക്കും. ഈ ചൊറിച്ചിലിനും നമുക്ക് ഈ ഒരു വിഷപ്പച്ച നീര് ഉപയോഗിക്കാം. പാമ്പുകടി ഏറ്റാൽ വിഷപ്പച്ചയുടെ നീര് നമുക്ക് കുടിക്കാൻ കൊടുക്കാം. വിഷം വ്യാപിക്കുന്നതിനെ തടയും. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും വേണം. ഫംഗസ് പോലുള്ള അസുഖങ്ങൾക്കും വിഷപ്പച്ച ഏറ്റവും നല്ലതാണ്. വയമ്പ്, വിഷപ്പച്ച, മുക്കുറ്റി എന്നിവ നന്നായി അരച്ച് ഫംഗസ് ഉള്ള ഭാഗത്ത് പുരട്ടുക. അതുപോലെ തന്നെ വയമ്പ്, വിഷപ്പച്ച, മുക്കുറ്റി ഇവയുടെ നീരെടുത്ത് 1 ഔൺസ് വീതം ഉള്ളിലേക്ക് കുടിക്കാൻ കൊടുക്കുകയും ചെയ്യുക. അങ്ങനെയെങ്കിൽ ഫംഗസ് രോഗം പെട്ടെന്ന് മാറിക്കിട്ടും.
ഇതിൽ പൂക്കളുണ്ടാവും. വിഷപ്പച്ചയ്ക്ക് ഒരു ഓറഞ്ച് കളറ് പൂക്കളുണ്ടാവും, ഓറഞ്ച് റെഡ് കളറ് ഒരു പൂക്കൾ ഇതിനുണ്ടാവും. അതുപോലെ തന്നെ വിത്തുണ്ടാവും. പിന്നെ ഇതിൽ നിന്നും തൈകളുണ്ടാവും. ഒരിക്കൽ നട്ടാൽ ഇതൊരിക്കലും നശിച്ചു പോവില്ല, അത്രയ്ക്കും ആയുസ്സുള്ളൊരു ചെടിയാണ്. അതുപോലെ തന്നെ ഒരു വള്ളിച്ചെടിയാണ്. പിന്നെ എന്തെങ്കിലും ഒരു ചെടിക്ക് മുകളിലേക്ക് പടർത്തി വിട്ടാൽ അതങ്ങനെ വളർന്നോളും. കമ്പു നട്ടാലും പെട്ടെന്ന് പിടിക്കും. നമ്മുടെ വീടുകളിൽ തീർച്ചയായും നമ്മൾ വളർത്തേണ്ട ഒന്നാണ് വിഷപ്പച്ച. ഇത്ര കൂടുതൽ ഔഷധ മൂല്യം ഉണ്ടെങ്കിലും ഒരാളും സ്വയം ചികിത്സിക്കരുത്. ഇത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നല്ലൊരു വൈദ്യൻ്റെ ഉപദേശം തേടി മാത്രമേ ഇത് കഴിക്കാവൂ. അതുപോലെ തന്നെ ചെടി മുഴുവനായും വെട്ടി നശിപ്പിക്കരുത്. കാരണം ഓരോ ചെടിയും അമൂല്യമാണ്. അത് നമ്മൾ സംരക്ഷിച്ചു പോരേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.